അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പഠനം 1386, സൂറത്ത് യൂസുഫ് 58 മുതൽ 62 കൂടിയ സൂക്തങ്ങൾ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وجاء إخوة يوسف فدخلوا عليه فعرفهم وهم له منكرون ولما جهزهم بجهازهم قال ائتوني بأخ لكم من أبيكم ألا ترون أني أوفي الكيل وأنا خير المنزلين فإن لم تأتوني به فلا كيل لكم عندي ولا تقربون قالوا سنراود عنه أباه وإنا لفاعلون وقال لفتيانه اجعلوا بضاعتهم في رحالهم لعلهم يعرفونها إذا انقلبوا إلى أهلهم لعلهم يرجعون. صدق الله العظيم. بسم الله والحمد لله والصلاة والسلام على سيدنا محمد وآله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد. وجاء إخوة يوسف. യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ സഹോദരങ്ങൾ വന്നു. ഫദഖലു അലൈഹി, അങ്ങനെ യൂസുഫ് നബിന്റെ അടുത്ത് അവർ പ്രവേശിച്ചു. ഫഅറഫഹും, അപ്പോൾ യൂസുഫ് നബിക്ക് അവരെ മനസ്സിലായി. വഹും ലഹു മുൻകിറൂൻ, അവർക്ക് യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ തിരിച്ചറിഞ്ഞതും ഇല്ല. ഫലമ്മാ ജഹസഹും ബിജഹാസിഹിം, അങ്ങനെ അവർക്ക് അവരുടെ സാധനങ്ങൾ അഥവാ ഭക്ഷണ സാധനങ്ങൾ വാങ്ങാനാണ് വന്നത്, അത് ഒരുക്കി കൊടുത്തപ്പോൾ ഖാല, യൂസുഫ് നബി അലൈഹി ഇസ്ലാം പറഞ്ഞു, യഅ്തൂനി ബി അഖില്ലക്കും മിൻ അബീക്കും, നിങ്ങളുടെ പിതാവത്ത സഹോദരനെ നിങ്ങൾ എന്റെ അടുത്ത് കൊണ്ടുവരണം അടുത്ത തവണ. അലാ തറൗന, നിങ്ങൾ കാണുന്നില്ലേ, അന്നീ ഓഫിൽ കൈല, ഞാൻ നിങ്ങൾക്ക് ഭക്ഷ്യധാന്യങ്ങൾ പൂർത്തിയാക്കി അളന്നു തരുന്നു. വാന ഖൈറുൽ മുൻസിലീൻ, ഞാൻ ഏറ്റവും നല്ല ആതിഥ്യ മര്യാദ പാലിക്കുന്നവനുമാണ് എന്ന് നിങ്ങൾ കാണുന്നില്ലയോ. ഫഇല്ലം തഅ്തൂനി ബിഹി, ഉപ്പത്ത സഹോദരൻ, ആ സഹോദരനെ നിങ്ങൾ എന്റെ അടുത്ത തവണ കൊണ്ടുവരുന്നില്ലെങ്കിൽ ഫലാ കൈലലക്കും എഴുതി, എന്റെ അടുത്ത് നിങ്ങൾക്ക് ഭക്ഷ്യധാന്യങ്ങൾ അളന്നു തരലുണ്ടാവില്ല. വലാ തഖറബൂൻ, എന്റെ അടുത്തേക്ക് നിങ്ങൾ വരികയും വേണ്ട. അടുത്ത തവണ വരുമ്പോൾ സഹോദരനില്ലെങ്കിൽ പിന്നെ നിങ്ങളും ഇങ്ങോട്ട് വന്നു വെറുതെ സമയം കളയണ്ട. ഖാലു, ആ സഹോദരങ്ങൾ പറഞ്ഞു, സനുറാവിദു അൻഹു അബാഹു, സഹോദരനെ കൊണ്ടുവരാൻ അദ്ദേഹത്തിന്റെ പിതാവിനോട് അഥവാ യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിനോട് ഞങ്ങൾ സംസാരിക്കാം, പരമാവധി പരിശ്രമിക്കാം. വഇന്നാ ലഫാഇലൂൻ, ഞങ്ങളത് ചെയ്തിരിക്കും എന്ന് പറഞ്ഞു. വഖാല ലിഫിത്തിയാനിഹി, തന്റെ ജോലിക്കാരോട് യൂസുഫ് നബി അലൈഹി ഇസ്ലാം പറഞ്ഞു, ഇജാലു ബിളാഅത്തഹും, അവരുടെ ചരക്കുകളെ എന്ന് പറഞ്ഞാൽ ഭക്ഷ്യധാന്യം വാങ്ങാൻ അവർ കൊണ്ടുവന്ന വില, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അതിനെ നിങ്ങൾ ആക്കുക ഫീ റിഹാലിഹിം, അവരുടെ ഭാണ്ഡങ്ങളിൽ തന്നെ, ഭക്ഷ്യധാന്യങ്ങളുടെ കൂടെ അവർ കൊണ്ടുവന്ന വില ആ ഭാണ്ഡങ്ങളിൽ തന്നെ, ആ സഞ്ചികളിൽ തന്നെ നിങ്ങൾ ഇട്ടേക്കുക. ലഅല്ലഹും യഅരിഫൂനഹ, അതവർക്ക് മനസ്സിലായേക്കാം. ഇദൻഖലബൂ ഇലാ അഹ്ലിഹിം, അവരുടെ കുടുംബത്തിലേക്ക് അവർ മടങ്ങി ചെല്ലുമ്പോൾ ലഅല്ലഹും യർജിഊൻ, അവർ മടങ്ങി വന്നേക്കാം എന്ന് ബഹുമാനപ്പെട്ട ഖുർആൻ പറഞ്ഞു. വളരെ പ്രധാനപ്പെട്ട ചരിത്രത്തിന്റെ ഒരു ഗതിയുടെ മാറ്റമാണ് വാസ്തവത്തിൽ ഇവിടെ നമ്മൾ കാണുന്നത്. യൂസുഫ് നബി അലൈഹിസ്സലാമിനെ പൊട്ടക്കിണറ്റിലിട്ട് ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ച ആളുകൾ എന്തായാലും പിന്നീട് യൂസുഫ് നബി അലൈഹിസ്സലാം ഇത്രയും നല്ലൊരു കംഫർട്ടബിൾ പൊസിഷനിലേക്ക് ഉയരുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ലാത്ത സഹോദരങ്ങൾ, ആ സഹോദരങ്ങൾ തന്റെ മുന്നിലേക്ക് വരികയും അവരുടെ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ ഔദാര്യങ്ങൾ ഏറ്റുവാങ്ങാൻ കാത്തു നിൽക്കുകയും ചെയ്യേണ്ട ഒരവസ്ഥയിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങളെ എത്തിച്ചിരിക്കുകയാണ്. അതാണ് ഇവിടെ പറയുന്നത്, വജാഅ ഇഖ്വത്തു യൂസുഫ, യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ സഹോദരങ്ങൾ വന്നു. എന്താണ് അതിന്റെ സാഹചര്യം? ബഹുമാനപ്പെട്ട ഇബ്നു കസീർ തന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തുന്നത് കാണാം. യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ സഹോദരങ്ങൾ
മിസ്റിലേക്ക് അഥവാ ഈജിപ്തിലേക്ക് വരാനുള്ള കാരണം അന്ന യൂസുഫ് അലൈഹിസ്സലാം യൂസുഫ് നബി അലൈഹിസ്സലാം ലമ്മ ബാശറൽ വസാറ ബി മിസ്ർ ഈജിപ്തിൽ ഈ ഭക്ഷ്യധാന്യവുമായി ബന്ധപ്പെട്ടുള്ള ഭക്ഷ്യവകുപ്പുമായി ബന്ധപ്പെട്ടുള്ള അധികാരം ഏറ്റെടുത്തപ്പോൾ മലത്തിനീനൽ മുഹസബ സമൃദ്ധിയുടെ 7 കൊല്ലം സ്വപ്നത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ സമൃദ്ധിയുടെ 7 കൊല്ലം കഴിഞ്ഞു കടക്കുകയും ചെയ്തു. സുമ്മത്തലത്തഹ സിനീനൽ ജദുബ് വരൾച്ചയുടെ അതേപോലെ തന്നെ ദാരിദ്ര്യത്തിന്റെ 7 വർഷം അതിനെ തുടർന്ന് വന്നിരിക്കുകയാണ്. വാമ്മൽ ഖഹത്തു ബിലാദ മിസ്റബി കമാലിഹ വവസല ഇലാ ബിലാദി കൻആൻ വഹിയല്ലത്തി ഫിഹാ യാഖൂബ് അലൈഹിസ്സലാം വഔലാദു. അങ്ങനെ ദാരിദ്ര്യത്തിന്റെ സാഹചര്യങ്ങൾ മിസ്റിലും അതേപോലെ തന്നെ പരിസര പ്രദേശങ്ങളിലുമെല്ലാം വ്യാപിക്കാൻ തുടങ്ങി. കൻആൻ എന്ന് പറയുന്ന നാട്ടിലാണ് യാക്കൂബ് നബി അലൈഹിസ്സലാമും മക്കളും അന്ന് താമസിച്ചിരുന്നത്. അവിടെയും ആ പരീക്ഷണത്തിന്റെ ദാരിദ്ര്യത്തിന്റെ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു തുടങ്ങി. ഭക്ഷ്യധാന്യങ്ങൾ കിട്ടാനില്ല, വില കൊടുത്താൽ പോലും സാധനം വാങ്ങാൻ സാധിക്കുന്നില്ലാത്ത വിധം അതിശക്തമായിട്ടുള്ള ഭക്ഷ്യധാന്യങ്ങളുടെ കുറവ് അനുഭവപ്പെടുക. അപ്പൊ ആ അനുഭവപ്പെടുന്ന സമയത്ത് വഹീനഇദിൻ യഹ്താത്ത യൂസുഫ് അലൈഹിസ്സലാം ലിന്നാസി, ആ സമയത്ത് യൂസുഫ് നബി അലൈഹിസ്സലാം ജനങ്ങൾക്ക് വേണ്ടി വളരെ ശ്രദ്ധാപൂർവം അവരുടെ സാമ്പത്തികമായിട്ടുള്ള സ്രോതസ്സുകളിൽ നിന്ന് അവർക്ക് കൊണ്ടുവരാൻ സാധിക്കുന്ന പണം കൊണ്ടുവന്ന് അല്ലെങ്കിൽ മറ്റു വസ്തുക്കൾ കൊണ്ടുവന്ന് അവർക്ക് ഭക്ഷ്യധാന്യങ്ങൾ വാങ്ങാനും ആ പണം ഇവിടെ സ്വരൂപിച്ച് അത് പിന്നീട് സമൂഹത്തിന്റെ പുരോഗതിക്ക് ആവശ്യമായ വിധത്തിൽ പ്രവർത്തിപ്പിക്കാൻ പറ്റും വിധത്തിൽ അതിനെ ഒരുമിച്ച് കൂട്ടാനും യൂസുഫ് നബി അലൈഹിസ്സലാം വളരെ ശ്രദ്ധാപൂർവം പണിയെടുത്തു. എന്ന് പറഞ്ഞാൽ സാമ്പത്തിക ആസൂത്രണത്തിന്റെ ഏറ്റവും നല്ല ഒരു നിലപാട് ഭാവി മുന്നിൽ കണ്ടുകൊണ്ട് യുദ്ധകാലാടിസ്ഥാനത്തിൽ ദാരിദ്ര്യത്തെ ഇല്ലായ്മ ചെയ്യാനും ജനങ്ങളിലേക്ക് സമൃദ്ധി പരമാവധി സന്നിവേശിപ്പിക്കാനും ആവശ്യമായ പ്രവർത്തനങ്ങളുടെ നേതൃത്വപരമായ പങ്ക് വഹിച്ചുകൊണ്ട് യൂസുഫ് നബി അലൈഹിസ്സലാം ഭക്ഷ്യധാന്യങ്ങൾ വാങ്ങാൻ വരുന്ന ജനങ്ങൾ അവരിൽ നിന്ന് വില വാങ്ങുന്നു. കാരണം വെറുതെ സാധനങ്ങൾ കൊടുത്താൽ ഒരു പക്ഷേ ജനങ്ങൾക്ക് അതിന്റെ മൂല്യത്തെക്കുറിച്ച് വലിയ ധാരണ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അപ്പൊ അവര് പണം കൊടുത്തുകൊണ്ട് തന്നെയാണ് വാങ്ങുന്നത് എന്ന് പറയുമ്പോൾ അവർക്കുമൊരു ആത്മാഭിമാനം സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കും. എന്നാൽ ആ ലഭിക്കുന്ന പണം ഉപയോഗിച്ച് രാഷ്ട്രത്തിന്റെ പുരോഗതിക്ക് അതിന്റെ സാമ്പത്തിക ഭദ്രത ഉറപ്പിക്കാനുള്ള അത് മുഖേന ജനങ്ങൾക്ക് കൂടുതൽ കൂടുതൽ നന്മകൾ ചെയ്യാനുള്ള പുതിയ പദ്ധതികൾ യൂസുഫ് നബി അലൈഹിസ്സലാം ആവിഷ്കരിക്കുകയും ചെയ്യാണ്. അതാണ് സാമ്പത്തിക ആസൂത്രണത്തിന്റെ ഏറ്റവും നല്ല ഇരുത്തം വന്നൊരു നേതാവിനെ പോലെ യൂസുഫ് നബി അലൈഹിസ്സലാം കൃത്യമായി കാര്യങ്ങൾ കൺട്രോൾ ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ ഫക്കാനല യുഅ്തിർ റജുല അക്സറ മിൻ ഹംലി ബഈരിൻ ഫിസ്സന, വർഷത്തിൽ ഒരാൾക്ക് ഒരൊട്ടകത്തിന് ചുമക്കാനുള്ള ധാന്യങ്ങൾ അതിലധികം യൂസുഫ് നബി അലൈഹിസ്സലാം കൊടുക്കാറില്ല, കൃത്യമായും ലിമിറ്റ് പാലിച്ചുകൊണ്ട്. കാരണം ചിലരുടെ കയ്യിൽ ചിലപ്പോൾ കുറച്ച് കൂടുതൽ ക്യാഷ് ഉണ്ടായേക്കാം. അപ്പൊ ആ ക്യാഷുള്ളവർ ആ ഉള്ള ക്യാഷിനൊക്കെ കൂടെ സാധനം വാങ്ങാൻ വന്നാൽ ചിലപ്പോ സാധുക്കളായിട്ടുള്ള ആളുകൾ, വിഷമിക്കുന്ന ആളുകൾ, അന്നാണ് അധ്വാനിച്ച് ജീവിക്കുന്ന ആളുകൾ, അവരൊക്കെ എന്താവും, അവർ പ്രയാസപ്പെടും. കാരണം കുത്തക മുതലാളിമാര് അവരുടെ കയ്യിലുള്ള പണം ഉപയോഗിച്ച് സമ്പത്ത് മൊത്തം അവർ നേരത്തെ തന്നെ ഒന്നിച്ചങ്ങ് വിലക്ക് വാങ്ങിയിട്ട് പിന്നീട് അവർ ജനങ്ങളെ പറ്റിക്കാനോ അല്ലെങ്കിൽ ജനങ്ങളെ ചൂഷണം ചെയ്യാനോ ഒക്കെയുള്ള ശ്രമങ്ങൾ നടത്താൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് സാമ്പത്തികാസൂത്രണത്തിന്റെ ഏറ്റവും നല്ല ശൈലി നിലനിർത്തുന്നതോടൊപ്പം തന്നെ ജനങ്ങൾക്കിടയിൽ സുതാര്യത യഥാർത്ഥവിധം നിലനിൽക്കണമെന്ന അഭിലാഷവും ആഗ്രഹവും ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ അസ്ഥിക്ക് പിടിച്ച ചിന്തയായതുകൊണ്ട് തന്നെ ഓരോരുത്തർക്കും നൽകുന്ന ഭക്ഷ്യധാന്യത്തിൽ കൃത്യമായ ലിമിറ്റ് പാലിച്ചു. കാരണം പൂഴ്ത്തിവെപ്പിന്റെയും കരിഞ്ചന്തയുടെയും ഒക്കെ സാഹചര്യങ്ങളിലേക്ക് കാര്യങ്ങൾ എത്താതിരിക്കാൻ വേണ്ട നല്ല മുൻകരുതലാണ്, നല്ല ആസൂത്രണമാണ് ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹിസ്സലാം സ്വീകരിച്ചത്. അതിന്റെ ഭാഗമാണ് ഫക്കാനല യുഅ്തിർ റജുല അക്സറ മിൻ ഹംലി ബഈരിൻ ഫിസ്സന, ഒരു വർഷത്തിൽ ഒരു ഒട്ടകത്തിന് ചുമക്കാനുള്ളതിനപ്പുറം യൂസുഫ് നബി അലൈഹിസ്സലാം നൽകാറുണ്ടായിരുന്നില്ല. അതോടൊപ്പം തന്നെ വക്കാന അലൈഹിസ്സലാം യൂസുഫ് നബി അലൈഹിസ്സലാം ആയിരുന്നു ലാ യശ്ബഉ നഫ്സുഹു വലാ യഅകുലുഹു വൽ മലികു ജുനൂദുഹുമാ ഇല്ലാ അക്ലതൻ വാഹിദതൻ ഫീ വസ്തി നഹാരി. യൂസുഫ് നബി അലൈഹിസ്സലാമും അതേപോലെ തന്നെ ഈജിപ്തിലെ രാജാവായിട്ടുള്ള വലീദ് ബിൻ റയ്യാൻ ബിൻ വലീദും അതേപോലെ തന്നെ അവിടുത്തെ പട്ടാളക്കാരും അതുപോലെ തന്നെ ക്യാബിനറ്റ് മെമ്പർമാരും അങ്ങനെ ഉന്നത ഉദ്യോഗസ്ഥന്മാരുമൊക്കെ
അവർ പകലിന്റെ ഒരു മധ്യഭാഗത്ത് ഒറ്റത്തവണ ഭക്ഷണം കഴിക്കുക എന്ന രീതി മാത്രമേ സ്വീകരിച്ചിരുന്നുള്ളൂ. എന്തിനാണത്? ഹത്തായ തക്കഫന്നാസു ബിമാഫിയ ഇദീഹിം മുദ്ദത്ത സബഅ വരാതിരിക്കുന്ന 7 വർഷം അത് പട്ടിണിയുടെ വല്ലാത്തൊരു സാഹചര്യത്തിലേക്ക് ജനങ്ങൾ എത്തിപ്പെടാതിരിക്കാൻ നല്ല സൂക്ഷ്മതയോടുകൂടെ ചെലവാക്കണം എന്ന ചിന്ത സമൂഹത്തിന്റെ കൂടി മനസ്സിലേക്ക് കൊണ്ടുവരുന്നതിനു വേണ്ടിയാണ് യൂസുഫ് നബി അലൈഹിസ്സലാം അത്രയും മുണ്ടുമുറുക്കി കൊടുത്ത് ജീവിക്കുക എന്ന് പറയുന്നൊരു സമീപനം സ്വീകരിച്ചത്. അല്ലേ? നാട്ടിൽ സാമ്പത്തിക രംഗത്ത് അച്ചടക്കം പാലിക്കണം എന്ന് ചിലപ്പോൾ ഭരണാധികാരികൾ പറയും. പക്ഷെ അവരുമായി ബന്ധപ്പെട്ട സംഗതികളിൽ ദൂർത്തിന്റെ വല്ലാത്തൊരു ജനറൽ ബോഡി തന്നെ നടക്കുന്നുണ്ടാകും. അത് തീരെ സുതാര്യമല്ലാത്ത, അതേപോലെ തന്നെ സ്വജനപക്ഷപാതത്തിന്റെ ശൈലിയും സ്വഭാവവുമൊക്കെ നന്നായി പ്രകടമാകുന്ന ഒരു അശ്ലീലമാണ് അത്തരമൊരു ശൈലി. എന്നാൽ യൂസുഫ് നബി അലൈഹി ഇസ്ലാമും അതേപോലെ തന്നെ രാജാവായ റയ്യാൻ ബിൻ വലീദും അതുപോലെ അവിടുത്തെ ഉന്നത ഉദ്യോഗസ്ഥന്മാരും അതുപോലെ ക്യാബിനറ്റിലെ മറ്റു മെമ്പർമാരും അവരെല്ലാവരും മുണ്ടുമുറുക്കി കൊടുക്കുക, ചെലവ് നിയന്ത്രിക്കുക എന്ന് പറയുന്ന സംവിധാനം അത് പ്രാക്ടിക്കലാക്കി ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കുകയാണ്. കാരണം ഇനി വരാനിരിക്കുന്ന 7 വർഷം അങ്ങേയറ്റം പ്രതിസന്ധി നിറഞ്ഞ വർഷങ്ങളാണ്. ദാരിദ്ര്യത്തിന്റെ വല്ലാത്ത സാഹചര്യം സമൂഹത്തെ വരിഞ്ഞു മുറുക്കാൻ പോകുന്ന വർഷങ്ങളാണ്. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് പട്ടിണി കടന്ന് മരിക്കേണ്ട ഒരു സാഹചര്യമില്ലാതിരിക്കാൻ സമൂഹത്തെ കൃത്യമായും ബോധവൽക്കരിക്കാൻ വേണ്ട പ്രവർത്തനങ്ങൾ യൂസുഫ് നബി അലൈഹിസ്സലാമും അതേപോലെ തന്നെ തന്റെ മന്ത്രിസഭയിലെ മറ്റു ആളുകളും അതുപോലെ ഉന്നത ഉദ്യോഗസ്ഥന്മാരും എല്ലാം തീരുമാനിക്കുകയും നടപ്പാക്കുകയും ചെയ്യുകയാണ്. അപ്പൊ ഇവരെന്നെ എങ്ങനെയാണെന്ന് പറയുമ്പോൾ പിന്നെ ജനങ്ങൾക്ക് എന്താവും? മുണ്ടുമുറുക്കി കൊടുക്കാൻ, സാമ്പത്തിക രംഗത്ത് അച്ചടക്കം പാലിക്കാൻ, ധൂർത്തിന്റെയും അതേപോലെ തന്നെ അമിതവ്യയത്തിന്റെയും സാഹചര്യങ്ങൾ ഇല്ലായ്മ ചെയ്യാനുള്ള ശരിയായ ഉത്തരവാദിത്വ ബോധം കടന്നുവരും. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈജിപ്തിലെ ജനങ്ങൾക്ക് യൂസുഫ് നബി അലൈഹി ഇസ്ലാമിലൂടെ നൽകിയിട്ടുള്ള ഏറ്റവും വലിയൊരു അനുഗ്രഹമായിരുന്നുവെന്ന് ഇബ്നു കസീർ തന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തുന്നത് കാണാം. ഇവിടെ ബഹുമാനപ്പെട്ട ഇബ്നു കസീർ തുടർന്ന് ഇതുമായി ബന്ധപ്പെട്ട ചരിത്രത്തിൽ ചില അഭിപ്രായങ്ങൾ കാണുന്നുണ്ട്. എന്താണ്? ഒമാ ദക്കറഹു ബഅദുൽ മുഫസ്സിരീന മിൻ അന്നഹു ബഅഹും ഫി സനത്തിൽ ഊല ബിൽ അംവാൽ. ഖുർആൻ വ്യാഖ്യാതാക്കളിൽ തന്നെ ചിലർ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. എന്ത്? ഒന്നാമത്തെ വർഷം യൂസുഫ് നബി അലൈഹി ഇസ്ലാം ഭക്ഷ്യധാന്യം മുതലിന് പകരം കൊടുത്തു. രണ്ടാമത്തെ വർഷം അവരുടെ വീടുകളിലൊക്കെയുള്ള ചരക്കുകൾ, സാധനങ്ങൾ, വീട്ടുസാധനങ്ങൾ അതിനു പകരം കൊടുത്തു. മൂന്നാമത്തെ വർഷം വേറെ ചില സാധനങ്ങൾ, നാലാമത്തെ വർഷം വേറെ ചില സാധനങ്ങൾ. അങ്ങനെ ഹത്താ ബഅഹും ബി അൻഫുസിഹിം വ ഔലാദിഹിം, മക്കളെയും സ്വന്തം ശരീരത്തെ തന്നെയും കൊടുത്തുകൊണ്ട് ഭക്ഷ്യധാന്യങ്ങൾ വാങ്ങുന്നിടത്തേക്ക് 7 വർഷമാകുമ്പോഴേക്ക് കാര്യങ്ങളെത്തി. അങ്ങനെ എല്ലാം യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ കയ്യിൽ പിടിയിൽ ഒതുങ്ങിയ ആ ഒരു ഘട്ടത്തിൽ യൂസുഫ് നബി അലൈഹി ഇസ്ലാം അവരൊക്കെ മോചിപ്പിക്കുകയും അവരുടെ സമ്പത്തൊക്കെ അവർക്ക് തന്നെ തിരിച്ചു കൊടുക്കുകയും ചെയ്തു എന്ന് പറഞ്ഞിട്ട്, എന്ന് പറഞ്ഞാൽ തുടക്കത്തിൽ ഒരു ക്രൂരതയുടെ സ്വഭാവവും പിന്നീട് വല്ലാത്ത ഒരു അയച്ചു കൊടുക്കുന്ന അതേപോലെ തന്നെ കൈയഴിച്ച് സഹായിക്കുന്ന ഒരു പുണ്യാത്മാവിന്റെ ശൈലിയുമൊക്കെ പ്രകടമാക്കുന്ന ചരിത്രത്തിന്റെ ചില ഗതിമാറ്റങ്ങളെ സൂചിപ്പിക്കും വിധത്തിൽ ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ ചിലര് മുഫസ്സിറുകൾ പറഞ്ഞിട്ടുണ്ട് ചില ചരിത്രങ്ങൾ. ഇതെന്ത് ബഹുമാനപ്പെട്ട ഇബ്നു കസീർ പറഞ്ഞു, അല്ലാഹു അഅലമു ബിസിഹത്തി ദാലിക, അതൊക്കെ എത്രമാത്രം ശരിയാണെന്ന് അല്ലാഹുവിനറിയാം. കാരണം അതൊക്കെ നമുക്ക് ഉൾക്കൊള്ളുകയോ അല്ലെങ്കിൽ തള്ളിക്കളയുകയോ ചെയ്യേണ്ടതില്ലാത്ത ഇസ്രായേലി കഥകളുടെ കൂട്ടത്തിൽ കണ്ടാൽ മതി. എന്ന് പറഞ്ഞാൽ അത്തരമൊരു ചരിത്രം ഉണ്ടായോ ഇല്ലേ അതാലോചിച്ച് നമ്മൾ നേരം കളയേണ്ടെന്നർത്ഥം. അതിന്റെ പൊടിപ്പും തൊങ്ങലും വെച്ച് അത്തരം കഥകളുടെ പിന്നാലെ നമ്മൾ സമയം കളയുകയും വേണ്ട എന്നാണ് ബഹുമാനപ്പെട്ട ഇബ്നു കസീർ രേഖപ്പെടുത്തുന്നത്. ഏതായാലും ശരി, ഇവിടെ ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ പ്രവർത്തനം ഇவ்விധത്തിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ അടുത്തേക്ക് ഭക്ഷ്യധാന്യങ്ങൾ വാങ്ങുന്നതിന് വേണ്ടി ആരും വരുന്നു? യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ സഹോദരങ്ങളും വരുന്നു. അതാണ് ഇവിടുത്തെ ചർച്ച. അതാ വജാഅ ഇഖ്വത്തു യൂസുഫ, യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ സഹോദരങ്ങൾ വന്നു. എന്തിന്? ഭക്ഷ്യധാന്യങ്ങൾ വിലക്ക് വാങ്ങുന്നതിനു വേണ്ടി കൊട്ടാരത്തിലേക്ക് വന്നു. കാരണം എന്താ? ഫഇന്നഹു ബലഗഹും അന്ന അസീസ മിസ്ർ, മിസ്റിലെ ഭക്ഷ്യവകുപ്പ് മന്ത്രി യുഅ്തിന്നാസത്തആമബിസമനിഹി, വില കൊടുത്താൽ ഭക്ഷ്യധാന്യങ്ങൾ കൊടുക്കുന്നുണ്ട് എന്ന് അവിടെ കനാനിലും വിവരം കിട്ടിയിരുന്നു. അങ്ങനെ ഫഅഖദൂമഅഹും ബിദാഅത്തൻ യഅ്താലൂന ബിഹാ തആമൻ, ഭക്ഷ്യധാന്യങ്ങൾ വാങ്ങാനുള്ള വില അവർ കയ്യിലെടുത്തുകൊണ്ട് വറക്കിബു അശറത്ത നഫരിൻ, 10 സന്താനങ്ങൾ, 10 സഹോദരങ്ങൾ അവര് വാഹനം കയറി കൊട്ടാരത്തിലെത്തുകയാണ്.
അങ്ങനെ വഹ്തബസ യാക്കൂബ് അലൈഹിസ്സലാം ഇൻദഹു ബിന്യാമീൻ ഷഖീഖ യൂസുഫ് അലൈഹിസ്സലാം, യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ നേരെ സഹോദരനായ ബിന്യാമീൻ എന്ന് പറയുന്ന കുട്ടിയെ, അതായത് ഒരേ ഉമ്മാക്കും ബാപ്പാക്കുള്ള രണ്ട് മക്കള് യൂസുഫ് നബി അലൈഹി ഇസ്ലാമും ബിന്യാമീനും, ആ ബിന്യാമീൻ എന്ന കുട്ടിയെ യൂസുഫ് നബി അലൈഹി ഇസ്ലാം യാക്കൂബ് നബി അലൈഹി ഇസ്ലാം കൂടെ വിട്ടില്ല. അദ്ദേഹം അവരെ ഉപ്പാന്റെ അടുത്ത് തന്നെ നിർത്തി. ബാക്കി 10 മക്കളെ, മറ്റുമ്മയിലുള്ള 10 മക്കളെ അവരിങ്ങോട്ട് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി വന്നു. യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന് ശേഷം പിന്നീട് യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിന്റെ ആശ്വാസം ബിന്യാമീനായിരുന്നു. അതുകൊണ്ട് തന്നെ ബിന്യാമീനെ കൂടെ കൂട്ടുകയും അവിടെ തന്നെ നിർത്തുകയും ചെയ്തു. അങ്ങനെ സഹോദരങ്ങൾ ഫലമ്മാ ദഖലു അലാ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ അടുത്തേക്ക് വന്നപ്പോൾ വഹുവ ജാലിസൂൻ, യൂസുഫ് നബി അലൈഹി ഇസ്ലാം തന്റെ ആ അധികാരത്തിന്റെ ഒഫീഷ്യലായിട്ടുള്ള പ്രൗഢിയോടുകൂടെ ഇരിക്കുകയാണ്. തന്റെ പ്രത്യേകമായ ഓഫീസിൽ ഇരിക്കുന്ന സമയം അറഫഹും ഹീന നളറ ഇലൈഹിം, അവരെ ഒന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന് മനസ്സിലായി. കാരണം എന്താ, അവര് പണ്ട് യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ കൊല്ലാക്കൊല ചെയ്യാൻ നോക്കിയവരാണ്. അന്നും അവർക്ക് ഏകദേശം എന്തുണ്ട്, സാമാന്യം പിന്നീട് ഓർത്തു വെക്കാവുന്ന വിധത്തിലുള്ള ശാരീരിക അവസ്ഥയും ശൈലിയുമൊക്കെ ഉണ്ട്. യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ കുട്ടിയാണ്. ഇപ്പൊ പക്ഷെ യുവാവാകുമ്പോൾ സ്വാഭാവികമായിട്ടും പണ്ട് കണ്ട കുട്ടിനെ എന്ത് ചെയ്യാൻ പറ്റൂല, ഐഡന്റിഫൈ ചെയ്യാൻ പറ്റൂല. പക്ഷെ പണ്ടന്നെ യുവാക്കളായിരുന്ന ആളുകൾ എന്തായാലും ഒറ്റ നോട്ടത്തിൽ തന്നെ അന്ന് കണ്ട ആളുകൾക്ക് കുറെ കാലം കഴിയുമ്പോഴും മനസ്സിലാക്കാൻ പറ്റുമല്ലോ. അപ്പൊ ആ അർത്ഥത്തിൽ ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന് ഇക്കാക്കമാരെ കണ്ട ഉടനെ മനസ്സിലായി. വഹും ലഹു മുൻകിറൂൻ, അവരാവട്ടെ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ അവർക്ക് തിരിച്ചറിയാനും സാധിച്ചില്ല. അയിലായാരിഫൂനഹു, യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ അവർക്ക് അറിയാൻ പറ്റിയില്ല. കാരണം അന്നഹും ഫാറഖൂഹു വഹും സഗീറുൻ, ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹി ഇസ്ലാം വളരെ ചെറിയ കുട്ടിയാവുമ്പോഴാണല്ലോ അവർ തമ്മിൽ വേർപിരിഞ്ഞിട്ടുള്ളത്. അങ്ങനെ ഏതായാലും യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന് കണ്ട അവർക്ക് പിടികിട്ടിയില്ല. അശ്വത്ത് യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന് അവരെ മനസ്സിലായി. മാത്രവുമല്ല യൂസുഫ് നബി അലൈഹി ഇസ്ലാം ഇപ്പൊ ജീവിച്ചിരിപ്പുണ്ടോന്ന് പോലും അവർക്ക് കൃത്യമായിട്ടുള്ള ധാരണ ഒന്നോട്ടില്ലതാനും. അപ്പൊ ആ വിധത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് പോയപ്പോൾ ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹി ഇസ്ലാം ഒറ്റ നോട്ടത്തിൽ തന്നെ അവരെ കണ്ടു. അവരെ മനസ്സിലായെങ്കിലും യൂസുഫ് നബി അലൈഹി ഇസ്ലാം അവരോട് സംഭാഷണം സ്വാഭാവികമായി അവരോട് നടത്തുകയാണ്. എന്താണ്, മാ ഖദമക്കും ബിലാദി, എന്തിനാ നിങ്ങൾ നമ്മുടെ നാട്ടിലേക്ക് വന്നിട്ടുള്ളത് എന്ന് യൂസുഫ് നബി അലൈഹി ഇസ്ലാം ചോദിച്ചു. അപ്പൊ അവര് പറഞ്ഞു, ഞങ്ങൾ ഭക്ഷ്യധാന്യങ്ങൾ വാങ്ങാൻ വേണ്ടി വന്നതാണ്. അപ്പൊ യൂസുഫ് നബി അലൈഹി ഇസ്ലാം അവരോട് പറഞ്ഞു, നിങ്ങൾ ഞങ്ങളുടെ നാട്ടിലെ രഹസ്യങ്ങൾ ചോർത്താൻ വന്നതാണോ? ആകാനുള്ള സാധ്യതയുണ്ടല്ലോ എന്ന് ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹി ഇസ്ലാം പറഞ്ഞു നോക്കിയെങ്കിലും മഅദല്ലാഹ് അവർ പറഞ്ഞു, ഒരിക്കലും ഞങ്ങൾ അങ്ങനെ വന്നതല്ല, ഞങ്ങൾ ഭക്ഷ്യധാന്യങ്ങൾ വാങ്ങാൻ വേണ്ടി അത്യാവശ്യമായിട്ട് തന്നെ വന്നതാണ് എന്ന് പറഞ്ഞു. ഇങ്ങനെ ഈ ഒരു ചരിത്രം ശരിയോ അല്ലേ എന്ന വിഷയത്തിൽ ഇമാം റാസി റളിയല്ലാഹു അൻഹു ഒക്കെ സന്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏതായാലും ശരി, ഫമിൻ ഐന അൻതും, യൂസുഫ് നബി അലൈഹി ഇസ്ലാം ഉടനെ ചോദിച്ചു, നിങ്ങൾ എവിടുന്നാ വരുന്നത്? അപ്പൊ അവർ പറഞ്ഞു, ഞങ്ങൾ കൻആൻ എന്ന് പറയുന്ന നാട്ടിൽ നിന്നാ വരുന്നത്. ഞങ്ങളെ ഉപ്പ യാക്കൂബ് എന്ന് പറയുന്ന മഹാൻ, അദ്ദേഹം അള്ളാഹുവിന്റെ പ്രവാചകരാണ് എന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് ഞങ്ങളല്ലാത്ത വേറെയും മക്കളുണ്ട്, 2 മക്കളുണ്ടായിരുന്നു. വേറെ മക്കൾ ഉണ്ടായിരുന്നോ എന്ന് യൂസുഫ് നബി അലൈഹി ഇസ്ലാം അങ്ങോട്ട് ചോദിച്ചു. അതെ, മക്കൾ ഉണ്ടായിരുന്നു, ഞങ്ങൾ 12 മക്കളാണ്. അതിൽ നിന്ന് ഏറ്റവും ചെറിയ ആളാണ് യൂസുഫ്. അദ്ദേഹം എന്ത് ചെയ്തു, അദ്ദേഹം ഒരു യാത്രയിൽ നഷ്ടപ്പെട്ടു പോയി. അതേസമയത്ത് പിന്നീട് ഞങ്ങൾ ഏറ്റവും ഇഷ്ടമുള്ള ആള് ഉപ്പാക്ക് ആരാണ്, സഹോദരനായിട്ടുള്ള ബെന്യാമീനാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ സഹോദരൻ ബെന്യാമീനെ ഞങ്ങളെ കൂടെ വിട്ടിട്ടില്ല, ഉപ്പ അവിടെ തന്നെ പിടിച്ചു വെച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞു. അങ്ങനെ യൂസുഫ് നബി അലൈഹി ഇസ്ലാം അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കാനും, കാരണം ഇക്കാക്കമാരാണല്ലോ, അവരെ പ്രത്യേകം ബഹുമാനിക്കാനും ഒക്കെ ജോലിക്കാർക്ക് പ്രത്യേകം നിർദ്ദേശം കൊടുത്തു. അങ്ങനെ അവരെ ബഹുമാനിച്ച് ആദരിച്ച് അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തു. അതോടൊപ്പം തന്നെ അവർക്ക് ഭക്ഷ്യധാന്യങ്ങളും കൊടുത്തു. വലമ്മ ജഹദഹും ബി ജഹാസിഹിം, അങ്ങനെ അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഒരുക്കി കൊടുത്തു. ജോലിക്കാര് എന്ന് പറഞ്ഞാൽ ഓരോരുത്തരും വന്നാൽ ആ വരുന്ന ആളുകൾ നൽകുന്ന പണത്തിനനുസരിച്ചുള്ള വിഹിതം അവർക്ക് ഭക്ഷ്യധാന്യങ്ങൾ കൊടുക്കുമല്ലോ. അപ്പൊ ആ ഭക്ഷ്യധാന്യങ്ങളൊക്കെ അവരുടെ ഒട്ടകപ്പുറത്ത് അവർ റെഡിയാക്കി വെച്ചു കൊടുത്തു. അപ്പൊ ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹി ഇസ്ലാം പറഞ്ഞു, പോകാനുള്ള ഒരുക്കാണ്. പോകാനുള്ള ഒരുക്കത്തിന്റെ സമയത്ത് യൂസുഫ് നബി അലൈഹി ഇസ്ലാം പറഞ്ഞു, യുത്തൂനി ബി അഖില്ലക്കും മിൻ നബീക്കും, നിങ്ങളുടെ വാപ്പത്ത സഹോദരനുണ്ടല്ലോ, ബിന്യാമീൻ എന്ന് പറയുന്ന കുട്ടിയുണ്ട് നിങ്ങൾ പറഞ്ഞില്ലേ, ആ സഹോദരനെ അടുത്ത തവണ നിങ്ങൾ കൊണ്ടുവരണം എന്ന് പറഞ്ഞു. അലാ തറൗന, നിങ്ങൾ കാണുന്നില്ലേ, അന്നി ഊഫിൽ കൈല, ഞാൻ നിങ്ങൾക്ക് അളവൊക്കെ പൂർത്തിയാക്കി നൽകിയല്ലോ, വാന ഖൈറുൽ മുൻസിലീൻ, ഞാൻ നല്ല ആതിഥേയ മര്യാദ പാലിച്ചവനുമാണല്ലോ. എന്ന് പറഞ്ഞാൽ വേറെ നാട്ടിൽ നിന്ന് വന്ന നിങ്ങൾക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഞാൻ ചെയ്തു തന്നില്ലേ, നല്ല മര്യാദ ഞാൻ പാലിച്ചില്ലേ, നിങ്ങൾ കൊണ്ടുവന്ന പൈസക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷ്യധാന്യങ്ങൾ ഞാൻ നൽകുകയും ചെയ്തില്ലേ.
അതുകൊണ്ട് അടുത്ത തവണ വരുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ആ സഹോദരനെ കൂടി കൊണ്ടുവരണം. അപ്പൊ അയാളുടെ വാഹനത്തിന് അനുസരിച്ച് കൂടി നിങ്ങൾക്ക് ഭക്ഷ്യധാന്യങ്ങൾ കൊണ്ടുപോകാമല്ലോ. എന്നു മാത്രമല്ല ഫൈലം തൂനി വിഹി, അടുത്ത തവണ അദ്ദേഹത്തെ അഥവാ ആ സഹോദരനെ നിങ്ങൾ കൊണ്ടുവരുന്നില്ലെങ്കിൽ ഫലാ കൈലിലക്കും എന്തി, എന്റെ അടുത്ത് നിങ്ങൾക്ക് അളവില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഭക്ഷ്യധാന്യം തരില്ല. വലാ തഖറബൂൻ, നിങ്ങൾ എന്റെ അടുത്തേക്ക് അടുക്കുകയും ചെയ്യരുത്. അഥവാ ബിന്യാമീൻ ഇല്ലെങ്കിൽ പിന്നെ നിങ്ങൾ ഈ നാട്ടിലേക്ക് വരിക തന്നെ വേണ്ട എന്ന് യൂസുഫ് നബി അലൈഹി സ്വലാം പറഞ്ഞു. അപ്പൊ കാലു, സഹോദരങ്ങൾ പറഞ്ഞു, സനുറാവിദു അൻഹു അബാഹു, ഞങ്ങള് ബിന്യാമീനെ സംബന്ധിച്ച് വാപ്പാനോട് സംസാരിക്കാം, കൊണ്ടുവരാൻ വേണ്ടി പരിശ്രമിക്കാം, വൈന്നാല ഫാഇലൂൻ, ഞങ്ങളത് ചെയ്തിരിക്കും എന്നവർ പറഞ്ഞു. കാരണം വാപ്പ ഞങ്ങളുടെ കൂടെ സാധാരണഗതിയിൽ ബിന്യാമീനെ വിടില്ല, പക്ഷെ ഞങ്ങൾ പരമാവധി പരിശ്രമിച്ച് കൊണ്ടുവരാൻ ശ്രമിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ വഖാലി ഫിതിയാനിഹി, യൂസുഫ് നബി അലൈഹി ഇസ്ലാം തന്റെ ജോലിക്കാരോട് പറഞ്ഞു, ഇജാലു ബിദാഅത്തഹും ഫി റിഹാലിഹിം, അവർ കൊണ്ടുവന്ന ഭക്ഷ്യധാന്യത്തിന് അവർ കൊണ്ടുവന്ന വില, അതാണ് അവിടുത്തെ ചരക്കുകൾ ഉദ്ദേശിക്കുന്നത്, അത് നിങ്ങൾ അവരുടെ ഭാണ്ഡങ്ങളിൽ തന്നെ വെക്കുക എന്ന് പറഞ്ഞാൽ അവർ കൊണ്ടുവന്ന വില തിരിച്ചു കൊടുക്കുക. ഞാൻ അവർക്ക് നൽകുന്നത് ഫ്രീ ആയിട്ട് കൊടുക്കുകയാണ്. ഭക്ഷ്യധാന്യങ്ങളൊക്കെ അവർക്ക് വില വാങ്ങുന്നത് മോശമല്ലേ? ഒന്നിന്റെ വാപ്പാക്കും അതേപോലെ തന്നെ സഹോദരനും മറ്റ് സഹോദരങ്ങൾക്കും കഴിക്കാനുള്ള ഭക്ഷ്യധാന്യമല്ലേ? ആ വില ഞാൻ വാങ്ങുമ്പോൾ സ്വാഭാവികമായും അവർക്ക് പിന്നെ സാമ്പത്തികമായിട്ട് വലിയ ഞെരുക്കവും പ്രയാസമൊക്കെ ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് അവരൊക്കെ സംരക്ഷിക്കേണ്ട ബാധ്യത കൂടി എനിക്കുണ്ടല്ലോ. ഇങ്ങനെ പല കാരണങ്ങളാൽ യൂസുഫ് നബി അലൈഹി ഇസ്ലാം എന്ത് ചെയ്തു? ആ ഭക്ഷ്യധാന്യങ്ങൾക്ക് അവർ കൊണ്ടുവന്ന വില അവരുടെ ഭാണ്ഡങ്ങളിൽ തന്നെ ഇടാൻ വേണ്ടി നിർദ്ദേശിച്ചു. ലഅല്ലഹും യഅരിഫൂനഹ ഇദൻ ഖലബൂ ഇലാ അഹ്ലിഹിം, അവരുടെ കുടുംബത്തിലേക്ക് അവർ മടങ്ങിപ്പോയാൽ അതവർക്ക് മനസ്സിലാകട്ടെ. എന്ത്? ആ ഞങ്ങളെ ഭക്ഷ്യധാന്യത്തിന്റെ വില പോലും പിന്നെ ഭരണാധികാരി എന്ത് ചെയ്തിട്ടില്ല, ഞങ്ങളൊക്കെ വാങ്ങിയിട്ടില്ല, അദ്ദേഹം ഒരു നല്ല മനുഷ്യനാണ് എന്ന് അവർക്ക് തോന്നാൻ. അതോടൊപ്പം തന്നെ ലഅല്ലഹും യർജിഊൻ, അവർ മടങ്ങി വരാനും വേണ്ടി. എന്ന് പറഞ്ഞാൽ അവരടുത്ത തവണ ബിന്യാമീനെയും കൂട്ടി തന്നെ അങ്ങോട്ട് വരാൻ അവരെ നിർബന്ധിക്കുകയാണ്. കാരണം എന്താ? ഞങ്ങൾ കൊടുത്ത വില അവര് ഇതിലേന്നെ ഇട്ടു എന്ന് പറഞ്ഞാൽ അത് അബദ്ധത്തിൽ പറ്റിയതാണോ? അങ്ങനെയാണെങ്കിൽ അങ്ങനെ നാട്ടുകാരെ പിന്നെ ഭക്ഷ്യധാന്യങ്ങളൊന്നും ഹലാലല്ലാത്ത ഭക്ഷിക്കാൻ പറ്റൂലല്ലോ. അതുകൊണ്ട് തന്നെ ആ വില തിരിച്ചുകൊണ്ടേ കൊടുക്കണം എന്നൊരു തോന്നൽ അവർക്ക് ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് അവരെന്തായാലും അടുത്ത തവണ വരുന്ന സമയത്ത് ബിന്യാമീനെ കൂട്ടിയല്ലാതെ വരാൻ പറ്റൂലല്ലോ. അതുകൊണ്ട് എന്റെ ഉപ്പയും ഉമ്മയും ഒത്ത സഹോദരനായ ബിന്യാമീനെ കൂടി എത്രയും പെട്ടെന്ന് കാണുന്നതിന്, ഒരു പുനഃസമാഗമത്തിനുള്ള സാഹചര്യം പെട്ടെന്ന് ഒരുക്കപ്പെടുന്നതിനുള്ള വഴിയൊരുക്കുകയാണ് യൂസുഫ് നബി അലൈഹി ഇസ്ലാം ചെയ്തത്. അങ്ങനെ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ അടുത്ത് നിന്ന് അവർ വീട്ടിലേക്ക് തിരിച്ചുപോയി. അടുത്ത സംഗതികളൊക്കെ അടുത്ത ക്ലാസ്സിൽ നമുക്ക് പറയാം. അർഹമുർ-റഹീമായ അല്ലാഹു നമ്മെ എല്ലാവരെയും അവന്റെ സാലിഹ്യങ്ങളിൽ ഉൾപ്പെടുത്തട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലാ നബിയിൽ മുസ്തഫ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി